ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ടർക്കിയിൽ ചെന്നിട്ടുള്ള മൂന്നാമത്തെ ദിവസത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മൾ പറഞ്ഞ് ഇസ്താംബൂൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്തത്. ഇസ്താംബൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സിറ്റിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ അക്കോമഡേഷൻ എങ്കിൽ നമുക്ക് നടന്നു പോകാൻ പറ്റിയ ദൂരമുള്ളൂ. നമ്മളൊരു പാക്കേജ് എടുത്തായിരുന്നു കേട്ടോ പോയത്. പാക്കേജ് ശരിക്കും പറഞ്ഞിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇസ്താംബൂളിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ്, എല്ലാം ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ പാക്കേജ് എടുത്തത് കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഡേ ഈ ഗൈഡിൻ്റെ കൂടെയാണ് നടന്നത്. Today, 100 years we living in Democratic Republic. Before that it was Ottomans, and before Ottomans it was Byzantine Empire in this land. So now we are in the center of... ആദ്യം തന്നെ നമ്മൾ ഇസ്താംബൂളിൻ്റെ ടൗൺ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇസ്താംബൂളിൻ്റെ ഒരു സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൾച്ചറും അതുപോലെ തന്നെ ഹിസ്റ്ററിയും കുറേ ഇങ്ങനെ കൂടി കലർന്ന് കിടക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുവാണെങ്കിലുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കണ്ട ആവശ്യത്തിന് ടൈം എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് കടന്നു പോകാം. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഹിസ്റ്ററി അറിയേണ്ടവരാണെങ്കിൽ ഇങ്ങനെ പാക്കേജ് എടുത്താൽ മതി, അല്ലാത്തവരാണെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം ഇവരുടെ പാക്കേജ് എടുത്ത് അവരുടെ കൂടെ പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും ടൈമിങ്ങും കൂടെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവർ പറയുന്ന ടൈമിൽ ഓരോ സ്ഥലങ്ങളിൽ കയറുകയും പറയുന്ന ടൈമിൽ ഇറങ്ങുകയും വേണം. അപ്പോൾ ഓരോ കാര്യങ്ങളുടെ ഫുൾ ഹിസ്റ്ററിയും അതിൻ്റെ എമർജൻസി എങ്ങനെയാണെന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ഗൈഡ് ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ബ്ലൂ മോസ്കിലേക്കാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ പാക്കേജ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ടിക്കറ്റ് കൗണ്ടറിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. പക്ഷെ വലിയൊരു ക്യൂ ഉണ്ട് ബ്ലൂ മോസ്കിനകത്തേക്ക് കയറാനായിട്ട്. ഇവരുടെ നമ്മുടെ മോസ്കുകളുടെ ഒക്കെ അകത്ത് കയറുമ്പോൾ അവരുടേതായിട്ടുള്ള റൂൾസ് നമ്മൾ പാലിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മുട്ടിന് താഴേക്ക് കവർ ചെയ്തിട്ടുണ്ടാവണം, മുട്ടിന് മുകളിലേക്ക് എക്സ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അവരവിടെ നിന്ന് വലിയൊരു പാവാട പോലത്തെ ഒരു സാധനം തരും. അപ്പം ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമ്മുടെ ജെൻഡർ വ്യത്യാസം ഇല്ലാതെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് അവരുടെ റൂൾ. അതുപോലെ തന്നെ ഹെഡ് കവറും ഇടണം സ്ത്രീകളെ. ഹെഡ് കവർ നമുക്ക് അവരവിടെ നിന്ന് തന്നെ തരും. വേണ്ടവർക്ക് കൊണ്ടുവരാം, അല്ലാത്തവർക്ക് കൊണ്ടുവന്നിട്ടില്ലാത്തവർക്ക് ഹെഡ് കവർ ഇവിടെ നിന്ന് തന്നെ തരും. അപ്പം നമുക്ക് വലിയൊരു ക്യൂ കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞ് ബ്ലൂ മോസ്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ ക്യൂ നിന്നത് വെർത്തായിരുന്നു. കാരണം നമ്മുടെ ഒരു താജ്മഹലിൻ്റെ ഒക്കെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം, ശരിക്കും പറഞ്ഞാൽ ഞാൻ താജ്മഹൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് താജ്മഹലിൻ്റെ ഭംഗി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു മൈൻഡിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസ് ഫോട്ടോസും ഒക്കെ വെച്ച് കാണുമ്പോൾ അതുമായിട്ട് റിലേറ്റ് അത്ര ഭംഗിയുള്ളൊരു മോസ്ക് ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഹെഡ് കവറും നീ കവറും ചെയ്തിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും, മെയിൽസ് ആണെങ്കിൽ ഷോർട്സ് ഒക്കെ ഇട്ട് വന്നവരാണെങ്കിൽ അവരെ കൊണ്ട് എന്തായാലും ഒരു പാവാട ഇടിപ്പിക്കും. അപ്പം ഫീമെയിലായിട്ടുള്ളവർക്ക് നീ കവർ ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെയും പാവാട ഇടിപ്പിക്കും. അതുപോലെ തന്നെ ചെസ്റ്റും കൂടെ കവർ ചെയ്തിരിക്കണം എന്നാണ് അവരുടെ ഒരു റൂൾ. അപ്പം നമ്മുടെ മോസ്കിനകത്ത് കയറി കഴിയുമ്പോൾ കാണാം എല്ലാവരും ഹെഡ് കവറൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ചെരുപ്പും അകത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളിയിലൊക്കെ ആണെങ്കിലും ചെരുപ്പ് നമുക്ക് അകത്ത് ഉപയോഗിക്കാറില്ല. പക്ഷെ ഇവിടെ UK കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെരുപ്പിട്ട് തന്നെയാണ് പള്ളിക്കകത്തൊക്കെ തന്നെ കയറുന്നത്. കാരണം അത്യാവശ്യം തണുപ്പുള്ള സ്ഥലമാണല്ലോ, അതുകൊണ്ട് അവർ ചെരുപ്പിടുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ നാട്ടിലെ പോലെ തന്നെയാണ് ഏകദേശം ഇവിടുത്തെ റൂളുകളൊക്കെ എന്ന് എനിക്ക് തോന്നി. പിന്നെ മുസ്ലിം കൺട്രി അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രിക്ട്നെസ്സും കൂടെ ഉണ്ട്. പക്ഷെ കുറേയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് ഇങ്ങനെ സിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടെയൊക്കെ അത്ര റൂൾസ് അത്ര സ്ട്രിക്റ്റ് അല്ല. പിന്നെ ഇതിനകത്ത് ബ്ലൂ മോസ്കിനകത്ത് ആർക്കിടെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. കാരണം മാർബിൾസ് ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ റൂഫ് ടോപ്പിലുള്ള വർക്ക് ഫുള്ള് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഗൈഡ് എന്തൊക്കെയോ കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ഹിസ്റ്ററിയും എത്രയോ മിനറൽസ് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നതെന്നും അങ്ങനെ പല കഥകൾ പറയുന്നുണ്ടായിരുന്നു. ഹിസ്റ്ററി പണ്ടേ നമുക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമായിരുന്നതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിനകത്ത് അബ്സോർവ് ചെയ്തുള്ളൂ. ബാക്കിയുള്ളത് എന്താ ഒരു ബോറിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ ഞാൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മോസ്കിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി എന്ന് പറഞ്ഞാൽ കണ്ടത് അത് പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു നമുക്ക്. പക്ഷേ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മൾ പാക്കേജ് എടുത്ത് വന്നത് കൊണ്ട് ഒരു ടീമായിട്ടാണ് വന്നത്, ഒരു 8-10 പേരുടെ ഒരു ടീമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവർക്കും പെട്ടെന്ന് ഓരോ സ്ഥലം ഫിനിഷ് ചെയ്ത് പോകാനുള്ളത് കൊണ്ട് നമുക്ക് അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്നാലും ക്വിക്കായിട്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ.
there, I will explain you about it. And now we are just next to the fountain of German. It is German fountain, we call it. If you look inside, there is a what they call the mosaics. There are two squares. One is green. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി വന്നിട്ടൊരു ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഷോപ്പിൽ കയറി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടോ ഏജൻസിക്കാർക്ക് അവർക്ക് കമ്മീഷൻ കിട്ടുന്നതായിരുന്നു ഈ ബ്രാൻഡഡ് ഷോപ്പിൽ. അല്ലാതെ നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല. അവിടെ ഒരു ഫാഷൻ ഷോ പോലെ അവരുടെ സാധനങ്ങളൊക്കെ തന്നെ അവർ നമുക്ക് കാണിച്ചു തന്നു. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫാഷൻ ഷോ എന്നൊക്കെ കേട്ടപ്പോൾ നമ്മളൊന്ന് ഇരുന്ന് പോയതാണ്. അത് കഴിഞ്ഞ് വേഗം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ട ലെതറിൻ്റെ ജാക്കറ്റുകളൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ളതെന്നൊക്കെ അവർ പറയപ്പെടുന്നു. എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും കണ്ട സാധനങ്ങളുടെ ഫുള്ള് റേറ്റ് ഡോളറിൽ യൂറോയിലൊക്കെ ആയിരുന്നു. ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് UK കിട്ടുന്നതിനേക്കാളും ഒരുപാട് എക്സ്പെൻസീവായിട്ട് തോന്നി. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ, ഇവിടുത്തെ വെതറിന് പറ്റിയ സാധനങ്ങൾ ഇവിടെ കിട്ടുമ്പോൾ നമ്മളവിടെ പോയി വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ ആ നിന്ന ബിൽഡിങ്ങിൻ്റെ തന്നെ റൂഫ് ടോപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ ഇസ്താംബൂളിൻ്റെ ഒരു റൂഫ് ടോപ്പിൻ്റെ ഒരു വ്യൂ നന്നായിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടി കേട്ടോ. കാരണം പ്രധാനപ്പെട്ട അട്രാക്ഷൻസ്, അതായത് ലാൻഡ് മാർക്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. ടോപ്പ് കാപ്പി പാലസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ കറക്റ്റായിട്ടാണോ പ്രൊണൗൺസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ പാലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇസ്താംബൂളിൻ്റെയും അവരുടെ കൾച്ചറിൻ്റെ ഒക്കെ ഹിസ്റ്ററികൾ ഇങ്ങനെ അടങ്ങിയ ഒരു കംപ്ലീറ്റ് ഒരു പാലസും മ്യൂസിയം അങ്ങനെ റിലേറ്റഡൊക്കെ ആയിരുന്നു. അപ്പോൾ പാലസിനകത്തൂടെ നമ്മൾ കുറേ നേരം നടന്നു. പാലസിൻ്റെ അകത്ത് പറഞ്ഞ പോലെ മാർബിൾ വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആർക്കിടെക്ചർ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഗൈഡിൻ്റെ ഒരു എന്താ പറയുക എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹൊറിബിളായിരുന്നു. എന്നാലും നമ്മൾ സഹിച്ച് കൂടെ നടന്നു. കുറേയൊക്കെ കേട്ടു. ബാക്കിയുള്ള അയാളെ മൈൻഡ് ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഹൊറിസോണ്ടലായിട്ടും കുറേ വെർട്ടിക്കലായിട്ടും എടുത്തത് കൊണ്ട് പകുതി എന്താ പറയുക പ്രോപ്പറായിട്ടല്ല വീഡിയോസ് വന്നേക്കുന്നത്. You know why? Because of sound. Make sound inside when they speak privately. അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന രാജാവിൻ്റെയും രാജ്ഞിയുടെയും ബെഡ്റൂമിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഫൗണ്ടെയിൻ വെച്ചേക്കുന്നത് അടുത്തടുത്ത റൂമുകളിൽ, അതായത് രാജാവ് രാജ്ഞിയും തമ്മിൽ രാത്രി സംസാരിക്കുന്ന അടുത്തടുത്ത റൂമുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അവരുടെ പ്രൈവസിക്ക് വേണ്ടിയാണ് ഈ ഫൗണ്ടെയിൻ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സൗണ്ട് കാരണം ഇവർ തമ്മിൽ സംസാരിക്കുന്ന സൗണ്ടൊന്നും പുറത്തേക്ക് പോകില്ല. അപ്പോൾ പ്രൈവസി ബേസ്ഡാണ് അവരുടെ റൂമിനകത്ത് അങ്ങനെ ഒരു ഫൗണ്ടെയിൻ ഉള്ളതെന്നാണ് നമ്മുടെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തത്. പണ്ട് മോശം ഉയർത്തിയ വഴി. അപ്പോൾ ഇവിടെ മ്യൂസിയത്തിൽ കയറിയപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക മുസ്ലിം ക്രിസ്ത്യൻ റീജിയനുമായിട്ട് ബന്ധപ്പെടുത്തി മിക്സപ്പ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ എന്താ പറയുക നമ്മുടെ ബൈബിളിൽ പറയുന്ന യോഹന്നാൻ, അതുപോലെ തന്നെ മോശ ഉയർത്തിയ വടി, അങ്ങനെ പല സാധനങ്ങളെന്ന് പറഞ്ഞാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവർ വെച്ചേക്കുന്നത്. അവരുടെ ഖുറാനുകളുടെ പല വേർഷനുകൾ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ പറയുന്ന പല പ്രവാചകന്മാരും ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളെന്നൊക്കെയാണ് പലതിലും ലേബലിംഗ് കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത് നമ്മൾ ഗ്രാൻഡ് ബാസാറിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഗ്രാൻഡ് ബാസാറിൻ്റെ വീഡിയോസ് അടുത്തൊരു വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ ഫുൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകുന്ന പോലെ തോന്നി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഗ്രാൻഡ് ബാസാറിൻ്റെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ.